നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്കിനി ഒരാളെ കൂടി ചോദ്യം ചെയ്യാനുണ്ട്, വർക്ക്ഷോപ്പ് മെക്കാനിക്കിനെ. പ്രൊസീഡ്. കോടതി മുൻപാകെ സത്യം മാത്രമേ പറയൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയൂ. മെക്കാനിക്കാണ് അല്ലേ? അതെ. ഇവിടെ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. കേട്ടു. ആര് പറഞ്ഞിട്ടാ കാറിന്റെ ബ്രേക്ക് അഴിച്ചു വെച്ചത്? അത് പറയൂ. ഈ ഐശ്വര്യ പറഞ്ഞിട്ടാണോ കാറിന്റെ ബ്രേക്ക് അഴിച്ചത്? പറയൂ, സത്യം പറയൂ. അല്ല, ആരും പറഞ്ഞിട്ടല്ല. പിന്നെ ആര് പറഞ്ഞിട്ടാ? ആരും പറഞ്ഞിട്ടല്ല, എനിക്ക് അബദ്ധം പറ്റിയതാ. തെളിച്ചു പറയൂ. ഞാൻ ബ്രേക്ക് ശരിയാക്കി, പക്ഷേ നട്ടിടാൻ മറന്നുപോയി. അതായിരിക്കും. ആരുടെയും നിർബന്ധമോ പ്രേരണയോ കൊണ്ടല്ലോ അങ്ങനെ ചെയ്തത്? അല്ല, എന്റെ മറവി കൊണ്ടാ. ക്ഷമിക്കണം. യുവർ ഓണർ, സത്യം ഇതാണ്. എന്റെ കക്ഷി ഐശ്വര്യ നിരപരാധിയാണ്. നല്ലൊരു പ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങിയതാണ് ഐശ്വര്യ. മെക്കാനിക്കിന്റെ മറവി കാരണം സംഭവിച്ചു പോയതാണിതെല്ലാം. കൂടാതെ എന്റെ കക്ഷി ഐശ്വര്യ ആനന്ദ നിലയത്തിൽ മാനസികമായും ശാരീരികമായും പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കക്ഷി ഐശ്വര്യയെ ഒഴിവാക്കി തന്റെ മകൻ അരുണിനെ പുതിയ വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറെടുപ്പിക്കുകയാണ് വസുന്ധര. അതിനായി അശ്വതി എന്ന പെൺകുട്ടിയെയും മകൾ ശ്രീകുട്ടിയെയും ആ വീട്ടിൽ തന്നെ താമസിപ്പിച്ചിരിക്കുകയാണ്. വസുന്ധരയുടെ ഇളയ മകൾ ശ്യാമ അതിനെപ്പോഴും സപ്പോർട്ട് ചെയ്തു നിൽക്കുകയാണ്. എന്റെ കക്ഷി ആനന്ദ നിലയത്തിൽ സ്വന്തം ജീവനെ പോലും ഭയന്നാണ് കഴിയുന്നത്. അതിനും ഒരു പരിഹാരമുണ്ടാക്കണമെന്നും എന്റെ കക്ഷിക്ക് നിയമപ്രകാരമുള്ള നീതി കിട്ടണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ കേസിൽ ഇരുവാദങ്ങളും കേട്ട പ്രകാരം പ്രതിയായ ഐശ്വര്യ ആ പ്രവൃത്തി ചെയ്തിട്ടില്ലെന്നും തെറ്റിദ്ധാരണയുടെ പേരിൽ ഐശ്വര്യയുടെ മേൽ കുറ്റം ആരോപിക്കപ്പെട്ടതാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മരുമകളായ ഐശ്വര്യയോട് വസുന്ധരയും ആ കുടുംബത്തിലെ എല്ലാവരും സൗഹാർദ്ദപരമായും വളരെ മാന്യമായും പെരുമാറണമെന്ന് കോടതി വിധിക്കുന്നു. താങ്ക് യു യുവർ ഓണർ. കള്ളസാക്ഷി പറഞ്ഞതിന് വർക്ക്ഷോപ്പിലെ പയ്യന് കൊടുക്കാനേറ്റ തുക ഇനി ശ്യാമയുടെ കയ്യിൽ നിന്ന് സംഘടിപ്പിക്കണമല്ലോ. വരട്ടെ, നോക്കാം. അയ്യോ, അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ നാവിറങ്ങിപ്പോയോ? അല്ലെങ്കി എന്നെ കുത്തും കൊല്ലുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കേക്കാലോ. എന്താ ഇപ്പൊ അങ്ങനൊന്നും ചെയ്യണ്ടേ?
ഒന്നും പറയുന്നില്ലല്ലോ. എപ്പോഴും ശ്യാമയുടെ പക്ഷമല്ലേ? ഇപ്പൊ പിന്നെ എന്താ ശ്യാമയുടെ ബുദ്ധിയെ പുകഴ്ത്താത്തെ? ഓ, എന്റെ ഹസ്ബൻഡ് ആകെ വാടി തളർന്നല്ലോ. എന്തെങ്കിലും പറഞ്ഞ് നാവ് എടുക്കുന്നതിന് മുമ്പ് തല്ലാൻ വരുന്നതാ. എന്താ ഇപ്പൊ തല്ലുന്നില്ലേ? എന്താ മിണ്ടാതെ നിക്കുന്നേ? തല്ല്, ഞാനിവിടെ നിക്കുവല്ലേ. ഒന്ന് തല്ലി നോക്ക്. അപ്പൊ കാണാം വീരശൂര പരാക്രമിയായ അരുൺ ജയിലിൽ കിടക്കുന്നത്. ഇനി നീയും എല്ലാവരും കേട്ടോ, കോടതി വിധി എനിക്ക് അനുകൂലം എന്ന് പറഞ്ഞ ഞാൻ വെറും പാവം നിരപരാധി. മനസ്സിലായോ? ഇനി ഇവിടെ എല്ലാവരും എന്നോട് മാന്യമായിട്ട് പെരുമാറണമെന്നാ കോടതി വിധി. അതിന് വിരുദ്ധമായിട്ട് എനിക്കെതിരെ ആര് ശബ്ദിച്ചാലും പിന്നെ ഞാൻ ക്ഷമിക്കില്ല. ആ നിമിഷം ഞാൻ വേണ്ടത് ചെയ്യും. എല്ലാരോടും കൂടിയാ ഞാൻ ഈ പറയുന്നേ. നീ എന്തിനും ഏതിനും കൂട്ടുപിടിക്കുന്നത് നിന്റെ കൃഷ്ണനെ അല്ലേ? എന്റെ സ്വന്തം കണ്ണൻ എല്ലാം നടപ്പിലാക്കി തരുന്നല്ലേ നീ നാഴികയ്ക്ക് 40 വട്ടവും വീമ്പിളക്കുന്നത്? എന്നിട്ട് എവിടെടി നിന്റെ കണ്ണൻ? എവിടെ ആ കണ്ണൻ? എന്താ കോടതിയിൽ വല്ല വിലക്കും ഉണ്ടോ? ദേ, എന്റെ വിശ്വാസത്തെ തൊട്ട് കളിക്കരുത്. അതെടി, ഐശ്വര്യ പറയും. ഞാൻ നിന്നെ വെല്ലുവിളിക്ക, ഉറപ്പായിട്ടും വെല്ലുവിളിക്കുക. നിനക്ക് ചൊണയുണ്ടെങ്കിലേ, നീ ആരാധിക്കുന്ന കണ്ണന് അത്രയ്ക്ക് ശക്തി ഉണ്ടെങ്കിലേ ഇനിയും സമയമുണ്ട്. കേസ് വീണ്ടും മേൽക്കോടതിയിൽ കൊടുക്കാം. എന്നിട്ട് എന്നെ തോൽപ്പിക്ക. നിന്റെ കണ്ണന്റെ ശക്തി ഞാനും ഒന്ന് കാണട്ടെ. വെല്ലുവിളിക്കാണോ? അതേടി, ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നിന്നെ വെല്ലുവിളിക്ക. നീയും നിന്റെ കൃഷ്ണനും കൂടി എന്നെ അങ്ങ് തോൽപ്പിക്ക. എങ്കിൽ കേട്ടോ, എന്റെ കണ്ണനെ സാക്ഷി നിർത്തി ഞാൻ പറയാ, ഈ കേസല്ല, അരുണേട്ടനുമായിട്ടുള്ള ഡിവോഴ്സ് കേസിൽ ഞാൻ നിങ്ങളെ തോൽപ്പിക്കും. അതിന് ഡിവോഴ്സിന് ഞാനും കൂടെ സമ്മതിക്കണ്ടേ? സമ്മതിക്കും. എന്റെ കണ്ണൻ അതിനിടവരുത്തും. അരുണേട്ടനും അശ്വതി ചേച്ചിക്കും നീതി കിട്ടും. ഒടുവിൽ സത്യം ജയിക്കും. കാണാം. കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.